വിജയ നമസ്കാരം. നമസ്കാരം. ഓപ്പറേഷൻ ഗസാബ് ലിൽ ഹക്ക് ഈ പേര് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന ഓപ്പറേഷന്റെ പേരാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ അവരുടെ വ്യോമസേന അഫ്ഗാനിസ്ഥാനിലെ നൻഗർഹാർ, പക്തിയ, കാബൂൾ, കാണ്ഡഹാർ പ്രവിശ്യങ്ങളിലെ സംശയിക്കപ്പെടുന്ന TTP ഒളിത്താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതോടുകൂടിയാണ് അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ നമ്മളന്ന് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ബിജുചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അഫ്ഗാനിസ്ഥാന് അവിടെ വ്യോമാക്രമണം നടത്താനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അവർക്ക് യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് അത് ഉള്ള ഓപ്പറേഷൻസ് ഒന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇവരൊരു അപരിഷ്കൃതരായിട്ടുള്ള സമൂഹമാണ്. പക്ഷേ ഇവർ ഗറില്ല യുദ്ധമുറയിൽ, നുഴഞ്ഞു കയറിയുള്ള യുദ്ധമുറയിൽ ഇവർ അഗ്രഗണ്യരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് നടന്നത്. ഇവർ ദുരന്ത് ലൈനിൽ വന്നു, പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളിലേക്ക് നുഴഞ്ഞു കയറി ചാവേർ ബോംബ് സ്ഫോടനമൊക്കെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ അകത്ത് കയറി ഇവർ അടിച്ചു നിരത്തുമ്പോൾ പാക് വ്യോമസേനയെ വിളിച്ചതും ആ സമയത്ത് പാക് വ്യോമസേന തലവനില്ല, നമുക്ക് വരാൻ സാധിക്കില്ല, കാരണം ഇത് പാകിസ്ഥാൻ അകത്താണ്, പാകിസ്ഥാൻ അകത്ത് തന്നെ നമുക്ക് വ്യോമസേനയിൽ ബോംബ് വർഷിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം വലിയൊരു അത്ഭുതം സംഭവിച്ചു. ഈ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന അതേ സാധനം തന്നെ, അതായത് പാകിസ്ഥാൻ പറയുന്നത് ഇവിടെയുള്ള TTP ഒളിത്താവളങ്ങളിൽ ഞങ്ങൾ ബോംബിടുന്നു. അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഒരു വലിയ ആക്രമണം നടത്തി. അത് വ്യോമാക്രമണമാണ് നടത്തിയത് എന്നുള്ളതാണ്. ആ വ്യോമാക്രമണത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ അവരുടെ ISIS ഭീകര കേന്ദ്രങ്ങൾ, അപ്പൊ പാകിസ്ഥാനിൽ ISIS-ന്റെ താവളങ്ങൾ ഉണ്ട് എന്ന് അഫ്ഗാനിസ്ഥാൻ സ്ഥിരീകരിച്ചു. അതിനുശേഷം അവിടെയുള്ള ISIS ഭീകര കേന്ദ്രങ്ങൾ ഞങ്ങൾ നോട്ട് ചെയ്ത ശേഷം അവിടെ ഞങ്ങൾ വമ്പൻ വ്യോമാക്രമണം നടത്തി എന്നാണ് പറയുന്നത്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രവിശ്യയിലെ ഭീകര ക്യാമ്പുകളും ഒളിത്താവളങ്ങളും അഫ്ഗാനിസ്ഥാൻ സൈന്യം വിജയകരമായി ആക്രമിച്ച് പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. പാകിസ്ഥാനോട് ഇതിന്റെ ഡീറ്റെയിൽസ് പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, അഫ്ഗാനിസ്ഥാൻ അടിച്ച അടി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ISIS കേന്ദ്രങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോയെന്ന് എല്ലാ മാധ്യമങ്ങളും കൺഫേം ചെയ്യുന്നുണ്ട്. വലിയ അടിയാണ് അടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, കാരണം നമ്മൾ ചെയ്യേണ്ടതുമാതിരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വ്യോമസേന എവിടെ നിന്ന് വന്നു അഫ്ഗാനിസ്ഥാന്? ഈ ഡ്രോൺ ആക്രമണമാണ് അഫ്ഗാനിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. ഡ്രോൺ ആക്രമണം അഫ്ഗാനിസ്ഥാൻ നടത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ പിന്നിൽ നമ്മുടെ നരസിംഹത്തിന് പറയുന്നത് പോലെ ആരോ നിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. ആ അവതാരമൂർത്തിയെ നമുക്കൊന്ന് കാണണം എന്ന് പറയുന്നത് പോലെ അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ ഇത്രയും വലിയ ശക്തി അഫ്ഗാനിസ്ഥാൻ എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ പിന്നാമ്പുറത്തിലുള്ള മറ്റു കളികൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളിലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ അല്പം ചരിത്രം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ താലിബാനെ പാരൂട്ടി വളർത്തിയതും അതിനെല്ലാം ബാക്കപ്പ് നൽകിയതും പാകിസ്ഥാനാണ്. അവർക്കൊരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു. കാരണം താലിബാൻ അധികാരത്തിലേറുമ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ B ടീമായി നിൽക്കുമെന്നും ഈ മധ്യ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും ഇവരൊരു ശക്തിയായി മാറുമെന്നും ഒക്കെ അവർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല സംഭവിച്ചത്. അതുമാത്രവുമല്ല, തെഹ്രിക്കെ താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന താലിബാന്റെ ബ്രാഞ്ച് അല്ലെങ്കിൽ B ടീം അവർ ഖൈബർ പഖ്തൂൺ മേഖലയിൽ പിടിമുറുക്കുകയും പാകിസ്ഥാനെതിരെ ഭരണമാറ്റം ആവശ്യപ്പെട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പ്രക്ഷോഭമായിരുന്നു. പിന്നീട് അവർ സായുധ വിപ്ലവത്തിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബ, ഇന്ത്യ താലിബാനോട് ആദ്യം ആവശ്യപ്പെട്ടത്, അതായത് അവർ 2021 ഇവർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമേ ഉള്ളായിരുന്നു, നിങ്ങളുടെ മണ്ണ് ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ പിടിമുറുക്കി. കാരണം ഈ താലിബാൻകാർ ക്രൂരന്മാരും പ്രത്യേകന്മാരും ആണെങ്കിലും ഇവർ അധികാരത്തിൽ ഏറി കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് എങ്ങനെങ്കിലും ഈ രാജ്യമൊന്ന് കൊണ്ടുപോകണം എന്നുണ്ട്. അതായത് ഇച്ചിരി നല്ല രീതിയിലൊക്കെ ഭരിച്ചു കൊണ്ടുപോകണം, നല്ല രീതിയിൽ നിന്നല്ല കഞ്ഞു കുടിച്ച് പോകണമെന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആകണം ഒരുപക്ഷെ ഇന്ത്യയുമായിട്ട് ഇന്ത്യ പറഞ്ഞത് കേട്ടു. അങ്ങനെ ഈ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-ഇ തോയ്ബയും അടക്കമുള്ളവർ പാകിസ്ഥാനിലേക്ക് എത്തുക, അവരുടെ താവളങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് മാറ്റി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പതുക്കെ പായി. കാരണം ഈ താലിബാന് മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. താലിബാനിൽ തന്നെ താലിബാൻ മാത്രമല്ല മറ്റു ഭീകര സംഘടനകളൊക്കെ ഉണ്ട്. ISIS ഖൊറൈസൻ വിഭാഗം എന്ന് പറയുന്നുണ്ട്. ഈ ഖൊറൈസൻ വിഭാഗമാണ് ഇന്ത്യക്കെതിരെ പടയൊരുക്കം നടത്തുന്ന വിഭാഗം. ISIS ഉണ്ട്, ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്. ഈ ജെയ്ഷെ മുഹമ്മദ് കാരണം അവന്മാരൊക്കെ അവിടുത്തെ ഓരോ പ്രവിശ്യകളിലും അധികാരം പിടിച്ചു കഴിഞ്ഞാൽ താലിബാൻ അത് എന്നും തലവേദനയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ആക്രമണം നടത്തുകയും അവർ പാകിസ്ഥാനിലേക്ക് വരികയും ചെയ്തു. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ സംഘടനകളെല്ലാം, ഭീകര സംഘടനകൾ കുറച്ചൊക്കെ പാകിസ്ഥാനെതിരായപ്പോൾ പാകിസ്ഥാൻ പിന്നീട് ദൈവമായിട്ട് കണ്ടത് ഈ ISIS-നെ ആയിരുന്നു. അങ്ങനെ ഈ ISIS-നെ പാലൂട്ടി വളർത്തുകയും അവർക്ക് വേണ്ട ചില്ലും ചിലവും ഒക്കെ കൊടുത്തു. ഇപ്പോൾ പാകിസ്ഥാൻ പുതിയതായി കൂട്ടുപിടിച്ചിരിക്കുന്ന ഭീകര സംഘടന ഹമാസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളെ കാരണം ഒരാൾ പോകുമ്പോൾ ഒരാൾ വേണമല്ലോ, ഒരു ഗുണ്ട പോകുമ്പോൾ ഒരു ഗുണ്ട വേണം, അങ്ങനെ വെച്ചിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ അഫ്ഗാനിസ്ഥാനിൽ തുടരെ 2ഓ 3ഓ വ്യോമാക്രമണം നടന്നു. അവരുടെ ജനവാസ കേന്ദ്രങ്ങളായിരുന്നു, ഹോസ്പിറ്റലിലാണ് ബോംബിംഗ് നടത്തിയത്. അതൊക്കെ ഉണ്ടായി, നമ്മൾ കണ്ടതാണ് വാർത്ത. ഈ പറയുന്നതൊക്കെ തന്നെ ഇപ്പോൾ ഒരു വലിയ കനത്ത ഡ്രോൺ ആക്രമണമാണ് ഈ ബലൂചിസ്ഥാൻ, അതായത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിലും ഖൈബർ പഖ്തൂൺ മേഖലയിലും സംഭവിച്ചിരിക്കുന്നത്. അതിനവർ പറയുന്ന ഒരു കാര്യം, ഇതിന്റെ പിന്നിൽ റഷ്യയാണ് എന്നാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ഈ അടുത്ത സമയത്ത് അവരുടെ പ്രതിരോധ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബ് മോസ്കോ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം മെയ് 30 തിരിച്ചു വന്നു.
തിരിച്ച് വന്നപ്പോൾ ഒരു കരാർ ഉണ്ടായിട്ടുണ്ട് റഷ്യയുമായിട്ട്. ഈ കരാർ ഇപ്പോഴും ഉണ്ടായ കരാറല്ല. ഈ ലോകത്ത് ആദ്യമായിട്ട് തന്നെ താലിബാൻ അധികാരത്തിൽ വന്ന് 2021 തന്നെ അവരെ അംഗീകരിച്ച ഒരേ ഒരു രാജ്യം റഷ്യയാണ്. താലിബാന് അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ അംഗീകരിച്ച ഒരേ ഒരു രാജ്യം അവരായിരുന്നു, ആദ്യം അംഗീകരിച്ച രാജ്യം. പിന്നീടാണ് പല രാജ്യങ്ങളും അംഗീകരിച്ചത്. നമ്മളൊക്കെ ഈ അടുത്ത സമയത്താണ് അവർക്ക് എംബസിയിൽ താലിബാൻ പ്രതിനിധികളെ പോലും നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്, വരാനുള്ള അനുവാദം വരെ കൊടുത്തത്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയം, ആ സമയം മുതൽ തന്നെ ഈ അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു. അതായത് സാങ്കേതിക സൈനിക സഹായം. അതായത് അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സഹായം, അവർ സംയുക്തമായി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ഈ മെയിൻ്റനൻസ് വർക്കുകൾ, ആയുധങ്ങളുടെ മെയിൻ്റനൻസ് വർക്കുകൾ, പിന്നെ സൈന്യത്തിനുള്ള പരിശീലനം, ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മുല്ല യാക്കൂബ് പിന്നെ റഷ്യയിലേക്ക് പോയപ്പോൾ പുതിയൊരു കരാറോട് ഒപ്പുവെച്ചു. ഡ്രോണുകൾ, റോക്കറ്റുകൾ എന്ന് പറയുമ്പോഴത്തേനും ഈ ഷോൾഡറിലൊക്കെ വെച്ചിട്ട്, അത് ഈ അഫ്ഗാനിസ്ഥാൻകാർ പണ്ടുതൊട്ടേ താലിബാൻകാർ ചെയ്യുന്ന ഷോൾഡറിൽ വെച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ, അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ. പിന്നെ മാരകമായ ഡ്രോൺ. ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആയുധം ഡ്രോണാണ്. അതുകൊണ്ടാണ് ഇന്ത്യ പോലും ഒരു ഡ്രോണിന്റെ പ്ലാറ്റൂൺ തന്നെ, ഒരു സ്ക്വാഡ്രൺ തന്നെ രൂപീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്ന് എല്ലായിടത്തും ഡ്രോണാണ്. അപ്പൊ ഈ ഡ്രോണുകൾ എത്രയും പെട്ടെന്ന് എത്തിക്കുകയും ആ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ട്രംപിന്റെ ഒരു ട്രോളെന്നും. ട്രോളല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതെന്തോ ഒരു വലുത് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. റഷ്യ ഒരു ഭാഗത്ത് നിലപാട് ഘടിപ്പിക്കുകയും ഇറാൻ വിട്ടുവീഴ്ച ചെയ്യാതെ നിൽക്കുകയുമാണ് ചെയ്യുന്നത്. സമാധാന കരാർ ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അതിലൊന്നും പണ്ടും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു ദുരൂഹമാണ് എന്ന് തന്നെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന കാര്യം. ഇതൊരു ദുരൂഹം, ഒരു പുകമറയ്ക്കുള്ളിലാണ് നിൽക്കുന്നത്. പിന്നെ വെർച്വൽ ഒപ്പിട്ടെന്ന് പറയുന്നു, ഡിജിറ്റൽ ഒപ്പിട്ടെന്ന് പറയുന്നു, ഒപ്പിടത്തില്ലെന്ന് പറയുന്നു, സ്വിറ്റ്സർലൻഡ് ചെല്ലത്തില്ലെന്ന് പറയുന്നു. ഇങ്ങനെ ആകെപ്പാടി ഇപ്പൊ പാകിസ്ഥാൻ കൈമെത്തി. പാകിസ്ഥാൻ ഇപ്പൊ അത് ഇടവേള നിന്നിട്ടുണ്ടോ ഇല്ലയെന്നോട് ഇപ്പൊ സംശയങ്ങൾ വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു വേൾഡ് വൈഡ് ഫൈറ്റിനേക്കുള്ള കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ നിലപാട് ഘടിപ്പിക്കുമ്പോൾ തൊട്ട് ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ വലിയ പ്രഷറിലേക്ക് എത്തിക്കുക. ഒപ്പം തന്നെ റഷ്യ മറുഭാഗത്ത് പിടിമുറുക്കുന്നു എന്ന് മാത്രമല്ല, റഷ്യ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും അമേരിക്കയെ സംബന്ധിച്ച് വലിയ തലവേദന സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സന്തോഷം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു, ആ ശത്രുവിന്റെ അപ്പുറത്ത് നിന്നൊരു അടി ഇപ്പുറത്തും കിട്ടുന്നുണ്ട്. പിന്നെ POKയിലും ബലൂചിസ്ഥാനിലും അടക്കം. ഇപ്പൊ POKയിൽ ഇത് എനിക്ക് തോന്നുന്നത് ഒരു പ്ലാനിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ POKയിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്, ബലൂചിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ സർക്കാർ ജീവനക്കാരടക്കം പണിമുടക്കിലേക്ക് നീങ്ങിയിരിക്കുന്നു, സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ. അതിന് തൊട്ട് പിന്നാലെ അഫ്ഗാനിസ്ഥാന്റെ അടി വരുന്നു. അവിടെ റഷ്യ വലിയ കാരണം റഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ അവരൊരു സംഹാര രുദ്രമായി മാറുന്ന ഒരു സാഹചര്യമാണ്. 2022 തുടങ്ങിയ യുദ്ധമാണ്, ഇപ്പോൾ വർഷം 4 കഴിഞ്ഞു, എങ്ങും എത്തിയിട്ടില്ല. സ്വാഭാവികമായി റഷ്യ കണക്കൊരു വമ്പൻ രാജ്യത്തിനെ സംബന്ധിച്ച് അതൊരു ചോദ്യചിഹ്നമാണ്. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നാളെ ഇനി ട്രംപ് ഒരു ഉപരോധം കൂടെ പ്രഖ്യാപിച്ചത് റഷ്യക്ക് താങ്ങാൻ കഴിയില്ല. ട്രംപ് പറയുന്നത് ഞാൻ ഉപരോധം പ്രഖ്യാപിക്കും, എനിക്ക് തോന്നുന്നില്ല അത് ഉടനെ ഉപരോധം പ്രഖ്യാപിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുടിനെ കുറച്ചുകൂടെ വയലന്റ് ആക്കുന്ന തരത്തിലേക്ക് അത് നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വേണം നമ്മൾ ഈ അടിയെ നോക്കിക്കാണാനായിട്ട്. ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിയിട്ട ട്രയലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടം കൊണ്ടല്ല അവസാനിക്കുന്നത്, ഇത് കുറച്ചുകൂടി ശക്തമായി വികസിക്കാൻ സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ അടങ്ങിയിരിക്കില്ല, പാകിസ്ഥാൻ സ്വാഭാവികമായിട്ട് തന്നെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പാകിസ്ഥാൻ ഖത്തറിന്റെയോ ഒമാന്റെയോ സഹായം തേടാൻ വീണ്ടും ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ക്ഷീണം തന്നെയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്താൻ അവർ പ്രാപ്തമാകുന്നു എങ്കിൽ, ആ റഷ്യയുടെ സഹായത്തിലാണ് അവർ നീങ്ങുന്നു എങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയ പ്രഷറിലേക്ക് പോകും. അമേരിക്കയെ സംബന്ധിച്ച് അത് വീണ്ടും ഊരാക്കൊടുക്കാം. കാരണം ഇനി ഇറാനുമായിട്ടൊരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബേസുകൾ ഉപയോഗിക്കേണ്ടി വരും അവർക്ക് പ്രത്യക്ഷമായി തന്നെ. പാകിസ്ഥാൻ അനുമതി കൊടുക്കാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ അഫ്ഗാന്റെ അടി കൂടെ താങ്ങാനുള്ള 2 അടി താങ്ങാനുള്ള ശേഷി അവർക്കില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കുന്നത്. ഇത് ഏത് രീതിയിൽ പാകിസ്ഥാൻ ട്വിസ്റ്റ് ചെയ്ത് വിടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.